ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മള് കേരള ആർട്ട് ക്രാഫ്റ്റ് വില്ലേജിൽ ആണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് കൈകൾ വെച്ച് ചെയ്ത ഒരുപാട് ക്രാഫ്റ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ടേക്ക് വുഡിനകത്ത് ചെയ്ത ക്രാഫ്റ്റുകളെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ക്രാഫ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വള്ളം, പല ടൈപ്പിലുള്ള വള്ളങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ബോട്ടുകളും വള്ളങ്ങളും എല്ലാം പേപ്പർ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഉഗാണ്ട ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ റൂമിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സെയിലിനും വേണ്ടി ഓരോ ക്രാഫ്റ്റുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. ഇവിടെ കാണാൻ കഴിയുന്നത് ലാമിനേറ്റ് ചെയ്ത ഉടൻ ക്ലോക്കുകളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ റൂമിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് ആവശ്യമുള്ള ക്ലോക്കുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങാനും കഴിയുന്നുണ്ട്. ഇത് ഗ്ലാസുകൾ ചൂടാക്കി അതിൽ നിന്ന് ചെയ്തെടുത്ത ഫോട്ടോസും എല്ലാം ഈ റൂമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
ടെറാക്കോട്ടയിൽ ചെയ്ത ഓരോരോ ക്രാഫ്റ്റുകളുടെ ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. ഈറയിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ഓരോരോ കെയിൻ ക്രാഫ്റ്റുകളാണ് ഈ റൂമിൽ നമുക്ക് കാണുന്നത്. വളരെ മനോഹരമായ ചെയറുകളും ചാരുകസേരകളെ വാൾ ക്രാഫ്റ്റുകളും കണ്ണാടികളും എല്ലാം നമുക്ക് ഇവിടെ കാണാനും വാങ്ങിക്കാനും കഴിയും. ഈ ഇവിടെ ചെയ്യുന്ന പണികൾ, ഇവിടെ കാണുന്ന ചെയറുകളെല്ലാം ഈ തൊഴിലാളികളാണ് ചെയ്യുന്നത്. അവരുടെ കൈകൊണ്ട് തന്നെ ഈ മുളകളും ഈറുകളും ഉപയോഗിച്ച് ചെയ്ത ചാരുകസേരകളെ, ഹാങ്ങിങ് ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ചിരട്ട കൊണ്ട് വളരെ മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ റൂമിൽ കാണാൻ കഴിയുന്നുണ്ട്. വിളക്കുകളും കുന്തിരിക്കം വയ്ക്കുന്നതും ചായ കപ്പുകളും വൈൻ കപ്പുകളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ മനോഹരമായിരിക്കുന്നു. ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വെള്ളം കുടിക്കാനും എല്ലാം ഈ ഗ്ലാസ് കൊണ്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓർണമെന്റ് ബോക്സുകളെ, അതേപോലെ തന്നെ മെറ്റൽ കൊണ്ട് നിർമ്മിച്ച പല പല ക്രാഫ്റ്റുകളും. ഇത് കോപ്പർ, സിൽവർ, ബ്രാസ് ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ ഫോട്ടോസും എല്ലാമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് അടുത്തതായി ഡ്രൈ ഫ്ലവർ ക്രാഫ്റ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഫ്ലവർ ഉണക്കി അതിൽ നിന്ന് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസ് ആണ് നമുക്ക് ഈ റൂമിൽ കാണാൻ കഴിയുന്നത്.
അതുപോലെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഴുകുതിരി ഉണ്ടാക്കുക, പെയിന്റിങ്, ഇങ്ങനെയുള്ള ഓരോരോ കിറ്റുകൾ കിട്ടും. ആ കിറ്റിനകത്ത് മഷിയും ഇങ്കും നീഡിലും എല്ലാം അതിൻ്റെ കൂടെ തന്നെ പെയിന്റിങ് ചെയ്യാനുള്ളതാണ്. ഈ പെയിന്റിങ്ങിന്റെ ഇങ്കും എല്ലാം കിട്ടും. കുട്ടികൾക്ക് ഈ വെക്കേഷൻ സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു കിറ്റ് വാങ്ങിച്ച് അതിനകത്ത് മോൾഡും എല്ലാം കൊടുത്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഓരോ മോൾഡുകളും സാരിയിലും അതേപോലെ ചുരിദാറിലും ഷോളിലും ഒക്കെ പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ബാത്തിക് ഡിസൈനുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ സ്ക്രൂ പിൻ ക്രാഫ്റ്റും ജൂട്ടിന്റെ ക്രാഫ്റ്റും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല ബാഗ്സ് ഒക്കെ ജൂട്ടിൽ ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ വാങ്ങുകയും ചെയ്യാം. ഇവിടെ ആന്റിക്കിന്റെ ഒരുപാട് ഐറ്റംസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേക്കിൻ തടിയിൽ ചെയ്ത ഓരോരോ ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തേക്കുംതടിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പണ്ടുള്ള പറകളെ, ചങ്ങഴികളെ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. തേക്കുംതടി ചെയ്തു വെച്ചിരിക്കുന്ന ജ്വല്ലറി ബോക്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഇതെല്ലാം താക്കോൽ ഹാങ് ചെയ്ത് വെക്കാന്നുള്ള താക്കോലിന്റെ ഓരോ ക്രാഫ്റ്റ്സ് ആണ് ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി ക്യാൻറ്റീനിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ എംപോറിയം കാണാനായിട്ട് വീണ്ടും വന്നു. വളരെ മനോഹരമായ പെയിന്റിങ്ങും കഥകളി രൂപവും എല്ലാം നമുക്ക് ഈ എംപോറിയത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടതിന് ശേഷം അവിടെ നിന്നും പുറത്തിറങ്ങി അവരവരുടെ വീടുകളിലേക്ക് പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട്
ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.